ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഓണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുപാടൊന്നും കാണിച്ചില്ല, ആകെ 2 എണ്ണേ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അവസാനമായിട്ട് ഒരു പായസം കൂടെ കാണിക്കണം എന്നൊരു ആഗ്രഹം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ലൊരു കടലപ്രഥമനാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം ഞാൻ പ്രഷർ കുക്കറാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്, കാരണം അതിലാണല്ലോ നമ്മൾ കടല കുക്ക് ചെയ്യുന്നത്. ആ പ്രഷർ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കാഷ്യൂ നട്ട്സും റേസിൻസും ഒന്ന് വറുത്തെടുക്കാം. ചിലർ വളരെ ചെറുതായിട്ട് മുറിച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നെയ്യിൽ വറുത്ത് ചേർക്കും കേട്ടോ. അതും നല്ലതാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കാം. ചിലർ അത് മാത്രമേ ചേർക്കാറുള്ളൂ, കാഷ്യൂ നട്ട്സും റേസിൻസും ചേർക്കാറില്ല. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം കാഷ്യൂ നട്ട്സും റേസിൻസുമാണ്. പിന്നെ അടപ്പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അടപ്പായസത്തിൽ ഇത് 3ഉം ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സും റേസിൻസും തേങ്ങാക്കൊത്തും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാഷ്യൂ നട്ട്സ് ഒരു പകുതി പരുവമായി കഴിഞ്ഞിട്ട് റേസിൻസ് ചേർക്കാവുള്ളൂ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും തുടക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്നർത്താണ് ഞാൻ ഇച്ചിരി വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അത് വറുത്ത് കഴിയുമ്പം കുറച്ച് നെയ്യ് അധികം കാണും. അതിൽ നിന്ന് നമ്മുടെ കാഷ്യൂ നട്ട്സും റേസിൻസും ഇങ്ങനെ കോരി മാറ്റിയിട്ട് അതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് അങ്ങ് മാറ്റണേ. എന്നിട്ട് ആ ബാക്കിയുള്ള നെയ്യിലോട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുള്ള കടലപ്പരിപ്പില്ലേ, ഇത് സാമ്പാർ പരിപ്പല്ല, പ്രത്യേകം ഓർത്തോണം കേട്ടോ. നമ്മുടെ കടലമാവൊക്കെ ഉണ്ടാക്കുന്ന കടലയില്ലേ, അതാണ് ഇതിന് വേണ്ടത് കേട്ടോ, കടലപ്പരിപ്പ്. അത് ഈ നെയ്യിലോട്ടിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് വറക്കണം. അതിൽ നിന്ന് നല്ലൊരു മണം വരും. ഇങ്ങനെ നെയ്ക്കകത്തിട്ട് ആ കടലപ്പരിപ്പൊന്ന് മൂപ്പിക്കുന്നത് നിങ്ങളെ സമയമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് ചെയ്യണം കേട്ടോ. അത് നല്ല ഡിഫറൻസ് ഉണ്ട് കടലപ്പരിപ്പ് വറക്കാതെ ചെയ്യുന്നതും വറുത്ത് ചെയ്യുന്നതുമായിട്ട്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ പരിപ്പിൻ്റെ ചില പരിപ്പുകളുടെയൊക്കെ നിറമൊക്കെ മാറിയിരിക്കുന്നത്. ഈ ഒരു പരുവം വരെ ആക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചേർക്കാനുള്ളത് 2.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. 2.5 കപ്പ് അല്ലെങ്കിൽ മാക്സിമം 3 കപ്പ്, അതിൽ കൂടേണ്ട ആവശ്യമില്ലേ. ആ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ തന്നെ വെയിറ്റ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അല്ലെങ്കിൽ ഒരു 5 വിസിൽ വരെ. എനിക്ക് 5 വിസിൽ വേണ്ടി വന്നു കേട്ടോ, അത് കറക്റ്റായിട്ടാകാനായിട്ട്. 4 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നോക്കിയപ്പം ആയിട്ടില്ലായിരുന്നു. പിന്നെയും 1 വിസിലൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകത്തിനായത്. അത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്. നല്ല കറുത്ത ശർക്കര എടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് നല്ല ഡാർക്ക് കളർ കിട്ടും. ആ ശർക്കരയെ ഉരുക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ 1/4 കപ്പ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് അങ്ങ് കുറുകി. അപ്പം നമുക്ക് അരിക്കാനൊരിച്ചിരി പാടാണ്. അതുകൊണ്ട് നിങ്ങൾ 1/2 കപ്പ് തന്നെ എടുത്ത് പാനിയാക്കുന്നതാണ് നല്ലത്. ഇപ്പം അതേ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറിയ ചൂടിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണേ. നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കി മാറ്റി അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് ഒരു 4 വിസിൽ കേട്ട് കഴിഞ്ഞു. അപ്പം നോക്കിയപ്പം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെയും ഞാൻ 1 വിസിലും കൂടെ കേൾപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് ആ ഒരു കറക്റ്റ് പരുവത്തിനായത്. അപ്പോൾ കുറച്ച് കടല ഇങ്ങനെ തരിയായിട്ട് കിടക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ആ കടല അങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആവശ്യമുള്ള ആ ഒരു നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും. എന്നാൽ മുഴുവൻ ഉടയ്ക്കാത്തത് കൊണ്ട് കുറച്ച് നമുക്കിങ്ങനെ കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടുകയും ചെയ്യുവേ. അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉരുക്കി വെച്ചിരുന്ന ശർക്കര മുഴുവനും അതിനകത്തോട്ട് ചേർക്കുക കേട്ടോ. ഇത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ, മധുരം കറക്റ്റ് പാകമായിരുന്നേ. പിന്നെ പായസത്തിന് വളരെ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 200 ഗ്രാം ശർക്കര എടുത്താലും മതി കേട്ടോ. ഇനി ആ കടലപ്പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഈ ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർക്കണേ. ഒരു സ്പൂണിൻ്റെ അറ്റത്ത് ഇത്രയുമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇനി ചെയ്യാനുള്ളത് നമുക്ക് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ശർക്കരയും പരിപ്പിൻ്റെ വെള്ളവും ഉണ്ടായിരുന്ന കുറച്ച് വെള്ളമേ ഉള്ളായിരുന്നു, അതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് അതിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരണം. അടിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ വിട്ട് വരുന്ന രീതിയിൽ. ഇപ്പം ഒരു 1/4 പരുവമായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മുടെ ആ ഒരു കറക്റ്റ് പാകത്തിനകത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്താലേ നമ്മുടെ പായസത്തിന് നല്ല സ്വാദുണ്ടാവുള്ളൂ. ഇപ്പം കണ്ടല്ലോ, ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ളത് 2ാം പാലാണ്. ഞാൻ സാമാന്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ ഫുൾ തേങ്ങാപ്പീരിയും ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്, 1ാം പാലും 2ാം പാലും ആക്കാനായിട്ട്.
രണ്ടാം പാല് ഞാൻ ചേർത്ത് കൊടുത്തത് 2.25 കപ്പാണ് കേട്ടോ. 2.25 കപ്പ്, 2.5 കപ്പായാലും ഒരു കുഴപ്പമില്ല, അല്ല 2 കപ്പായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കറിയാലോ ഇതൊക്കെ ഇരുന്ന് ഇനി ഇതിനകത്ത് കിടന്നൊന്ന് വേവണം. അപ്പം നമ്മളത് എന്തുമാത്രം വറ്റിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളുടെ പായസം എന്തുമാത്രം കുറി വരുന്നു എന്നുള്ളത്. ചിലർക്ക് വളരെ കട്ടിയായിട്ടാണ് കടലപ്രഥമൻ ഇഷ്ടം, പക്ഷേ എനിക്ക് ഒരു ഇച്ചിരി ലൂസായിട്ടാണ് എനിക്കിഷ്ടം. ഒരു ചെറിയൊരു അയവിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി നമ്മൾ ഇലയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഇച്ചിരി നീങ്ങിപ്പോണം, അല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് കാരണമാണ് ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല. ഇപ്പം ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ ലെവലായിട്ട് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ചുക്കുപൊടി നിങ്ങൾക്ക് ചേർക്കാം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. സാധാരണ ഞാൻ ചുക്കുപൊടി ചേർക്കാറില്ല 2 പായസത്തിനും. പക്ഷേ ചിലർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/3 ടീസ്പൂണോ ചുക്കുപൊടിയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇപ്പം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ പരിപ്പെല്ലാം അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വറ്റി ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് ഈ 1-ാം പാലിനകത്ത് ചേർത്തൊന്ന് കലക്കിയിരുന്നു കേട്ടോ. എത്ര നല്ല കട്ടിയായിട്ട് തേങ്ങാപ്പാൽ എടുത്തൊഴിച്ചാലും ഈ ഒരു കുറച്ച് മാഗിയുടെ മിൽക്ക് പൗഡറും കൂടെ അങ്ങോട്ട് ഇട്ട് കലക്കുമ്പോഴേക്ക് കുറച്ചുകൂടെ നല്ലൊരു മണമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തിച്ചാൽ മതി. ഞാൻ ചേർത്തത് കൊണ്ട് ഞാൻ നിങ്ങളോടത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളേ. ഓണത്തിന് മുമ്പുള്ള ലോങ് വീഡിയോ ഇതും കൂടി ഉള്ളൂ കേട്ടോ. ഇനി നാളെ മറ്റന്നാളും ഒക്കെ ഷോർട്സാണ്. അപ്പം ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ നന്മകളോടെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്